GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അളക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് GDP. പക്ഷെ എന്താണ് GDP? എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് GDPയിൽ ഇൻക്ലൂഡ് ആകുന്ന ഫാക്ടേഴ്സ്? ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GDP? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ തരുന്ന സ്നേഹത്തിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക, GDP എന്താണോ എന്നും GDPയിലുള്ള വിവിധ കാര്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിലേക്ക് പുതിയത് കാണുമെങ്കിൽ ഞാൻ ഇതുപോലെ റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. The name is Samsudheen. Welcome to another video. GDP എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് GDPയുടെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്ന് നോക്കാം. GDPയുടെ ഡെഫിനിഷൻ പറയുന്നത് GDP is the market value of all finished goods and services produced within a country in a year. അതായത് GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും വാല്യൂവിന്റെ, മാർക്കറ്റ് വാല്യൂവിന്റെ സം ആണ് എന്നുള്ളതാണ്. ഈ ഒരു ഡെഫിനിഷനിൽ 3 ഇമ്പോർട്ടന്റ് ടേംസ് ആണുള്ളത്. ഈ 3 ടേംസ് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ GDP നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഏതാണ് ആ 3 ടേംസ്? ഫിനിഷ്ഡ് ഗുഡ്സ്, പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് വിത്തിൻ എ കൺട്രി. ഈ 3 ടേംസും വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫിനിഷ്ഡ് ഗുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തുകയാണ്, അതിന്റെ ഫൈനൽ സെയിൽ ആണ് നടക്കുന്നത്. അപ്പോഴാണ് അത് നമ്മൾ GDPയിലേക്ക് കണക്കാക്കുന്നത്. അതായത് പിന്നീട് ആ ഒരു ഗുഡോ ആ ഒരു സർവീസോ പിന്നീട് വേറൊരു കൺസ്യൂമറിലേക്ക് വേറൊരു പ്രൊഡക്റ്റിന്റെ പാർട്ടായിട്ടോ വിൽക്കപ്പെടില്ല. അതിന്റെ ഫൈനൽ സെയില് ഒരു കൺട്രിയിൽ നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ GDPയിലേക്ക് ആഡ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കണക്കാക്കുക. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എപ്പോഴൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ പുറത്തേക്ക് കൺസ്യൂമറിലേക്ക് ഫൈനൽ കൺസംഷനിലേക്ക് വിൽക്കപ്പെടുന്നോ അപ്പോൾ അതിന്റെ വാല്യൂ ആ ബില്ലിംഗ് ടേബിളിൽ വെച്ചിട്ട് GDPയിലേക്ക് ആഡ് ആകും. അല്ലാതെ അത് വേറെ ഒരു ഉപയോഗത്തിനായിട്ടാണ് വിൽക്കുന്നത്, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വിൽക്കപ്പെടുന്നത് എങ്കിൽ അപ്പോൾ അത് GDPയിലേക്ക് ആഡ് ആകില്ല. ആ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റിനെ വിൽക്കുമ്പോൾ മാത്രമേ അത് GDPയിലേക്ക് ആഡ് ആകുന്നുള്ളൂ. എക്സാമ്പിൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു മുട്ട ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ കൺട്രിയിൽ ഒരു മുട്ട ഉൽപ്പാദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മുട്ട ഞാൻ ആസ് എ കൺസ്യൂമർ വാങ്ങുകയാണ്. ഈ മുട്ട ഞാൻ വാങ്ങിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു. ഈ ഒരു കേസിൽ ഈ മുട്ടയുടെ 5 രൂപയാണ് എങ്കിൽ ഈ മുട്ടയുടെ 5 രൂപ കൺട്രിയുടെ GDPയിലേക്ക് ആഡ് ആകും. മറിച്ച് ഇനി നിങ്ങളൊരു ഹോട്ടൽ ഉടമസ്ഥനാണ്, ഒരു റെസ്റ്റോറന്റ് ഉടമസ്ഥനാണ്, നിങ്ങളും പോയിട്ട് ഒരു മുട്ട വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ആ ഓംലെറ്റ് നിങ്ങൾ ഹോട്ടലിൽ വന്ന ഒരാൾക്ക് വിറ്റു. അങ്ങനെ ഒരു കേസിൽ മുട്ട വാങ്ങുമ്പോൾ മുട്ടയുടെ 5 രൂപ GDPയിലേക്ക് ആഡ് ആകുന്നില്ല. നിങ്ങൾ ആ ഓംലെറ്റ് വിറ്റപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ 10 രൂപ ഉണ്ടല്ലോ, ആ 10 രൂപയാണ് ആ സൂപ്പർ മാർക്കറ്റിൽ ബില്ലാകുന്നതും 10 രൂപയാണ് കൺട്രിയുടെ GDPയിലേക്ക് ആഡ് ആകുന്നതും. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രൊഡക്റ്റോ സർവീസോ അതിന്റെ ഫൈനൽ കൺസംഷനിലേക്ക് വിൽക്കുമ്പോൾ അപ്പോഴാണ് അതിനെ ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നു. അപ്പോഴാണ് അതിന്റെ വാല്യൂ GDPയിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്, അതിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗുഡ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മളെ സഹായിക്കും. പക്ഷെ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുമ്പോൾ അത് GDPയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും. ഇതിനും ഞാനൊരു എക്സാമ്പിൾ തരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോട്ടൽ ഉടമസ്ഥൻ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ മുട്ട വാങ്ങിച്ചാൽ മാത്രം പോരാ, ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് സ്റ്റവ് കൂടി വേണം. അപ്പൊ കുക്കിംഗ് സ്റ്റവ് നിങ്ങൾ അതുപോലെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങണം. ആ കുക്കിംഗ് സ്റ്റവ് വാങ്ങുമ്പോൾ അത് കുക്കിംഗ് സ്റ്റവ് വാങ്ങുമ്പോൾ തന്നെ അത് GDPയിലേക്ക് ആഡ് ആകും. കുക്കിംഗ് സ്റ്റവ് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ GDPയിലേക്ക് ആഡ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു കുക്കിംഗ് സ്റ്റവ് നിങ്ങൾ വേറൊരു പ്രൊഡക്റ്റിന്റെ പാർട്ടായിട്ട് വിൽക്കുന്നില്ല. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കുക്കിംഗ് സ്റ്റവ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ വേറൊരു പ്രൊഡക്റ്റിന്റെ പാർട്ടായിട്ട് അത് പിന്നീട് വിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ആദ്യം തന്നെ GDPയിലേക്ക് അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ടേം എന്താന്ന് വെച്ചാൽ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് എന്ന ടേം ആണ്. അതായത് നമ്മൾ GDPയിൽ അടക്കുന്നത് ഒരു കൺട്രിയുടെ പ്രൊഡക്ഷൻ ആണ്. അതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു സർവീസ് ആണെങ്കിലും അത്
പുതുതായി ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വാല്യൂ GDP-യിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളൊരു കാർ, ഒരു മാനുഫാക്ചറർ ഒരു കാർ ഉണ്ടാക്കി അതിന്റെ ഫസ്റ്റ് സെയിൽസ് നടത്തി ആദ്യം അതൊരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ GDP-യിലേക്ക് ആഡ് ചെയ്യും. അതേ കസ്റ്റമർ അതൊരു 2-3 വർഷം ഉപയോഗിച്ചിട്ട് ഒരു യൂസ്ഡ് കാറായിട്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിട്ട് വേറൊരാൾക്ക് വിൽക്കുമ്പോൾ ആ ഒരു വിൽപ്പനയുടെ എമൗണ്ട് നമ്മൾ GDP-യിലേക്ക് ആഡ് ചെയ്യില്ല. അപ്പോൾ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, അതേ വർഷം നടക്കുന്ന പ്രൊഡക്ഷന്റെ വാല്യൂ മാത്രം, പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിന്റെ വാല്യൂ മാത്രം നമ്മൾ GDP-യിലേക്ക് കണക്കാക്കുകയുള്ളൂ. അടുത്ത് മനസ്സിലാക്കേണ്ട ടേം വിത്തിൻ എ കൺട്രി എന്ന ടേം ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ ആണ് GDP അളക്കുന്നത് എന്ന്. എങ്ങനത്തെ പ്രൊഡക്ഷൻ, എവിടെയുള്ള പ്രൊഡക്ഷൻ എന്നുള്ളതാണ് വിത്തിൻ എ കൺട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൺട്രിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയും വാല്യൂ മാത്രമേ നമ്മൾക്ക് GDP-യിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ കൺസ്യൂം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും പ്രൊഡക്ഷൻ നമ്മളുടെ കൺട്രിയിൽ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ വാല്യൂ നമ്മൾക്ക് GDP-യിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇമ്പോർട്ട് നമ്മുടെ നാട്ടിലൊരു കച്ചവടക്കാരനുണ്ട്, അയാൾ പുറത്തുനിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് അതൊരു വലിയ വിലക്ക് ഇവിടെ വിറ്റാൽ ആ വില, അവിടെ നടക്കുന്ന ആ ഒരു സെയിലിന്റെ വില ഒരിക്കലും GDP-യിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഇവിടെ വിൽക്കുകയാണെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്ത നമ്മളത് US നിന്നാണ് ഇമ്പോർട്ട് ചെയ്തെങ്കിൽ US-ന്റെ GDP-യിലേക്കാണ് ആ ഒരു വാല്യൂ ആഡ് ചെയ്യപ്പെടുക. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് GDP ഒരു നമ്പർ ആണ്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും സം ടോട്ടൽ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. ഈ നമ്പർ വെച്ചിട്ട് നമ്മളൊരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെയും എക്കണോമിക് ഡെവലപ്മെന്റിനെയും അളക്കുന്നു. GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ഫോർമുല ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തരാം. ഇവിടെ കാണുന്നതാണ് ആ ഫോർമുല. GDP is equal to C plus I plus G plus X minus M. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഫോർമുലയാണ്. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും സർവീസസിന്റെയും വാല്യൂ അതിൽ നമ്മൾ കണക്കാക്കുന്നു. I എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ കൺട്രിയിലെ എല്ലാ ആൾക്കാരും പല പല കാര്യങ്ങളിലും പല പല ഇൻസ്ട്രുമെന്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ടോട്ടലാണ് I കാണിക്കുന്നത്. G എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് സ്പെൻഡിംഗ് ആണ്. ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സാലറിയിലേക്കുള്ള സ്പെൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കുള്ള സ്പെൻഡ് ആണെങ്കിലും എല്ലാം G എന്നൊരു കമ്പണന്റിലേക്ക് വരുന്നു. അവസാനം നമുക്ക് X മൈനസ് M ൽ കാണാൻ പറ്റുന്നത് നമ്മുടെ കൺട്രിയുടെ നെറ്റ് എക്സ്പോർട്ട് ആണ്. X കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എക്സ്പോർട്ടും M കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഇമ്പോർട്ടുമാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് നമുക്ക് തരുന്നത് നമ്മുടെ കൺട്രിയുടെ നെറ്റ് എക്സ്പോർട്ട് ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു കൺട്രിയുടെ GDP എത്രയാണ് എന്നുള്ളത്. പക്ഷേ കൂടുതൽ പത്രങ്ങളിലും ന്യൂസിലും ഡിസ്കഷൻസിലും നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് കൺട്രിയുടെ GDP ഇത്രയാണ് എന്നുള്ളതല്ല. അതായത് ഇത്ര ലക്ഷം കോടിയാണ് നമ്മുടെ കൺട്രിയുടെ GDP എന്ന ഡിസ്കഷൻസ് വളരെ കുറച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ. കൂടുതലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ കൺട്രിയുടെ GDP-യുടെ ഗ്രോത്ത് റേറ്റിനെ പറ്റിയാണ്. അതെപ്പോഴും ഒരു പെർസെന്റേജിലാണ് സംസാരിക്കാറുള്ളത്. ഇത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു വർഷം ഒരു കൺട്രിയുടെ GDP 100 രൂപയാവുകയും അടുത്ത വർഷം അതേ കൺട്രിയുടെ GDP 110 രൂപയും ആവുകയാണെങ്കിൽ ഇവിടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് GDP-യുടെയും ഡിഫറൻസ്, അതായത് 10 രൂപ ഡിവൈഡഡ് ബൈ ആദ്യത്തെ വർഷത്തെ GDP 100 രൂപ, അതിന്റെ പെർസെന്റേജ്, അതായത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആദ്യത്തെ വർഷം 100 രൂപയും അടുത്ത വർഷം 110 രൂപയുമാണ് GDP എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കേസിൽ ഈ കൺട്രിയുടെ GDP-യുടെ ഗ്രോത്ത് റേറ്റ് 10% ആണ് എന്നുള്ളത്. അതായത് ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അടുത്ത വർഷം, ഈ ഒരു വർഷത്തിൽ എന്റെ കൺട്രി എത്രമാത്രം പ്രോഗ്രസ് ചെയ്തു, എത്രമാത്രം ഡെവലപ്പ് ചെയ്തു എന്ന്. ആദ്യം പറഞ്ഞു GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺട്രിയുടെ ഗ്രോത്ത് മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെട്രിക് ആണ് എന്ന്. പക്ഷെ ഇവിടെ ഒരു ഡൗട്ട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. GDP കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കൺട്രി ഡെവലപ്പ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 100 രൂപ എന്നുള്ളത് ശരിയാണ്, അത് അടുത്ത വർഷം 110 രൂപയായി എന്ന് വെച്ച് ഇവിടെ ശരിക്കും കൺട്രിയിൽ പ്രൊഡക്ഷൻ കൂടി എന്ന് അർത്ഥമാകുന്നുണ്ടോ? കൺട്രിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടി എന്ന് അർത്ഥമാകുന്നുണ്ടോ? ഇതും ഒരു കേസല്ലേ? എങ്ങനെ? ആദ്യത്തെ വർഷം 100 രൂപയായിരുന്നു പ്രൊഡക്റ്റിന്, രണ്ടാമത്തെ വർഷം ഇൻഫ്ലേഷൻ കാരണം പ്രൊഡക്റ്റിന് 110 രൂപയാണെങ്കിലും GDP 110 ആകില്ലേ? അതായത് പ്രൊഡക്ഷൻ ഒട്ടും തന്നെ കൂടിയില്ലെങ്കിലും ഇൻഫ്ലേഷൻ ഉണ്ടായാൽ മാത്രം GDP കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GDP നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് ടൈപ്സ് ഓഫ് GDP ഉണ്ട്. ഒന്ന് നോമിനൽ GDP, രണ്ട് റിയൽ GDP. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫ്ലേഷനോ മറ്റ് യാതൊരുവിധ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇല്ലാതെ എങ്ങനെയാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് GDP കൊണ്ട് അളക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഈ രണ്ട് ടൈപ്സ് ഓഫ് GDP നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 100 രൂപ എന്നുള്ള പ്രൊഡക്റ്റിന് 110 രൂപ അടുത്ത വർഷമാണെങ്കിൽ വളരെ
വളരെ നാച്ചുറലി GDP കൂടും. അങ്ങനെ കൂടുന്ന GDP ഒരിക്കലും കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ വർഷവും പ്രൊഡക്റ്റിന്റെ വാല്യൂ മാത്രം ആഡ് എടുക്കുന്ന GDP നമ്മൾ നോമിനൽ GDP എന്ന് വിളിക്കുന്നു. നോമിനൽ GDP ശരിക്കും ശരിയായ ഒരു പിക്ചർ ആയിരിക്കില്ല നമുക്ക് തരുന്നത്. ഒരു പൊള്ളയായ ഒരു വിഷനാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. അതൊരിക്കലും ശരിയായ എക്കണോമിക് ഡെവലപ്മെന്റിനെ അളക്കാൻ പറ്റിയ ഒരു ഫാക്ടർ അല്ല നോമിനൽ GDP. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? റിയൽ GDP ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റിയൽ GDP ആണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എക്കണോമിക്സ് മുമ്പിലേക്ക് വെച്ച ഒരു സൊല്യൂഷൻ. റിയൽ GDP എന്താണ് ചെയ്യുക? ഒരു ബേസ് ഇയർ അത് സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 2010 എന്നൊരു ബേസ് ഇയർ അത് സെലക്ട് ചെയ്യും. 2010 മുട്ടയ്ക്ക് എത്ര രൂപയായിരുന്നു എന്ന് എക്സാമ്പിൾ ആണ് കേട്ടോ. 2010 മുട്ടയ്ക്ക് അവർ നോക്കുമ്പോൾ എത്രയായിരുന്നു? 3 രൂപയായിരുന്നു ഒരു മുട്ടയ്ക്ക്. അപ്പോൾ ആ ഒരു പ്രൈസ് 2010 ഒരു ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് 2010 എല്ലാ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെയും പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്നിട്ട് 2017 GDP അളക്കണമെങ്കിൽ 2017 എത്ര മുട്ട വിറ്റിട്ടുണ്ട് എന്നവർ നോക്കും. എന്നിട്ട് ആ വിറ്റ മുട്ടയ്ക്ക് 3 രൂപ ഇട്ടിട്ടായിരിക്കും ഈ ബേസ് ഇയറിലെ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് ഇട്ടിട്ട് GDP കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ, കൺട്രി ആക്ച്വലി ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന്. ആ ഒരു 3 രൂപ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GDP കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ മുട്ടകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുതൽ മുട്ടകൾ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലായി നോമിനൽ GDP ഒരിക്കലും വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് തരുന്നില്ല. റിയൽ GDP ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. റിയൽ GDP കൂടുമ്പോൾ മാത്രമേ ആ കൺട്രിയിലെ പ്രൊഡക്ഷൻ ആക്ച്വലി കൂടിയിട്ടുള്ളൂ എന്നും ആ കൺട്രി ഡെവലപ്മെന്റിന്റെ പാതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു ഡൗട്ട് കൂടി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ റിയൽ GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, റിയൽ GDP കൂടുന്നതായി നമുക്ക് കാണാൻ പറ്റി. പക്ഷേ വാട്ട് ഇഫ് ആ കൺട്രിയിലെ പോപ്പുലേഷനും അതുപോലെ റിയൽ GDP കൂടി അതേ റേറ്റിൽ തന്നെ ആ കൺട്രിയിലെ പോപ്പുലേഷനും കൂടിയിട്ടുണ്ടെങ്കിലോ? പോപ്പുലേഷൻ കൂടുമ്പോഴും നാച്ചുറലി കൺസംഷൻ കൂടില്ലേ? ആൾക്കാർ കൂടുമ്പോൾ കൂടുതൽ ഗുഡ്സും സർവീസസും ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പോൾ GDP കൂടുകയും ചെയ്യുന്നു. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതും റിയൽ GDP കൂടുന്നതും ഒരേ ഒരു പേസിലാണ് എങ്കിൽ, ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു റേറ്റിലാണ് എങ്കിൽ പിന്നെയും നമുക്ക് GDP കൂടുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിന് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പുതിയ ടേമിന്റെ കൂടി ആവശ്യമുണ്ട് അല്ലേ? എന്താണത്? റിയൽ GDP പെർ ക്യാപിറ്റ. അതെ, റിയൽ GDP ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് കൺട്രി റിയൽ GDP പെർ ക്യാപിറ്റ തരുന്നു. ഇതുകൂടി ചെയ്യുമ്പോൾ പോപ്പുലേഷനെയും കൂടി ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് റിയൽ GDP പെർ ക്യാപിറ്റ കിട്ടുന്നു. അതായത് പെർ ഹെഡിലുള്ള റിയൽ GDPയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, ആ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് പ്രൊഡക്റ്റ് റിയൽ GDP പെർ ക്യാപിറ്റയാണ്. അപ്പോൾ GDPയുടെ ഡെഫിനിഷൻ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. GDP is the market value of all finished goods and services produced within a country in a year. അപ്പോൾ ഇതിനെ പല രീതിയിലായിട്ട് മുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും GDP എന്താണെന്നും GDPയിലുള്ള ഫാക്ടേഴ്സ് എന്താണെന്നും എങ്ങനെയാണ് GDP ഉപയോഗിച്ച് ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യേണ്ടതെന്നും ഏത് GDP ആണ് ആക്ച്വലി ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലായി എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ എന്നെ വളരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളവരിലേക്ക് ദയവായി വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.